ഇവിടുന്ന് പറയുന്നത് വല്യേട്ടനൊന്ന് കേട്ടാൽ എന്താ? ഈ വീട്ടിലെ ദാരിദ്ര്യം തീരുമല്ലോ. പാട്ടുനെല്ല് കിട്ടിയാൽ ഈ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. തരികയിലെന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? തരിയിപ്പിക്കുകയില്ലെന്നും വെച്ചോ? അതെന്നെ അളിയൻ അങ്ങനെ പറഞ്ഞേ? വക്കീൽ ഫീസും പലിശയുമായിട്ട് നെല്ലെല്ലാം അളിയന് തരിക എന്നാ വാട്ടക്കാർ പറയുന്നേ. അവരും ദാരിദ്ര്യത്തിലാ. എന്റെ അളിയ, ഞാൻ കോടതി പോയി ജോലി ചെയ്യുന്നതിനെ എനിക്ക് പിന്നെ കാശ് കിട്ടണ്ടായോ? അത് വേണം. അളിയൻ ഞാൻ പറഞ്ഞ കേക്ക്, ഞാനൊരു വില തരാം. എല്ലാം പെങ്ങടെ പേർക്ക് എഴുതിത്ത ഉണ്ണാനുള്ള നെല്ലും തരാം. എല്ലാവരും ഒഴിപ്പിച്ച് കൃഷി നടത്തി ഞാൻ കാണിച്ചു തരാം. എന്റെ കാലം കഴിഞ്ഞിട്ട് മതി അങ്ങനൊക്കെ. ഇവിടത്തെ പണിക്കാര് ഈ വീട്ടിലുള്ളവരെ പോലെ. പിന്നെ ഇവൾ അങ്ങോട്ട് തന്നെ വരാൻ പോവല്ലേ. ഭാനുവിന്റെ ഇവളുടെയും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ, നിന്റെ അമ്മ എന്തിയോടി? മുകളിലിരുന്ന് നാമം ജപിക്കുക. ഇപ്പൊ സ്വല്പം കൂടുതലല്ലയോ? കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. ഞങ്ങൾക്ക് അവളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ശീലമായി കഴിഞ്ഞില്ലയോ? പോകാം. ആ വരട്ടെ അളിയ. ആ, സ്വാതന്ത്ര്യം കിട്ടാത്തവന്മാര് വരുന്നുണ്ടല്ലോ. അധികം പ്രസംഗി. എന്താടോ നാടകം? വക്കീലധികം ഇന്ന് എവിടെയാ പ്രസംഗം? ഒന്നിലൊന്ന് കേൾക്കാൻ വരാനാ. ഒന്ന് പോടോ പടി. എന്റെ പേര് ബഷീർ. ഞങ്ങളൊരു നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് കൈമളദ്ദേഹത്തെ ക്ഷണിക്കാൻ വന്നതാ. നല്ല നാടകമാ, പാലേ പോലല്ല. പാപ്പിച്ചേട്ടൻ നേരത്തെ വന്നു. ഞാൻ വന്നിട്ടേ കൊറേ കൊല്ലങ്ങളായി. അവൻ ഇല്ലയോ കൂടെ? ശൗര്യാര്? ഞാനിവിടെ ഉണ്ടപ്പോ. പുറത്ത് നിൽക്കുവാ. വരണോ? വേണ്ട, അവിടത്തെ നിന്നാ മതി. ഓ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ കുഞ്ഞേ? ക്ഷമിക്കണം, ഇതുവരെ തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അതാണ് സത്യമെന്ന് നാട്ടുകാരൻ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നാടകം ഈ നാട്ടിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ നാടകം കൈമളദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തരണം. ഞാൻ മതിയോ അതിനൊക്കെ? എന്താ പാപ്പി? എന്താ മതിയോന്ന് ചോദിച്ചത്? വേറെ ആരിയ്ക്കുന്നു ഈ നാട്ടില്? ഞാൻ വരാം. നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാ വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സമയവും തീയതിയൊക്കെ വഴിയെ വന്ന് അറിയിച്ചേക്കാം. ആയിക്കോട്ടെ. എടാ ശൗരി, എന്നാപ്പാ? ആ തെക്കേ പാടത്ത് കെട്ടിക്കിടന്ന വെള്ളം തേ കളഞ്ഞോടാ നീ? ഓ, ഇന്നലെ പറഞ്ഞല്ലേ അതേ കളഞ്ഞെന്ന്. ഒന്ന് ചോദിച്ചു പോയിടാവേ. ആ, പോയാരെന്നെ. എനിക്ക് അപ്പോഴേ തോന്നിയതാ ബഷീറെ, ഇവനാ പോക്ക് പോകുന്നു. അയാൾ ഒരു കലാകാരനല്ല, ശരീരം കണ്ടാൽ അറിയാം. അതെങ്ങനെ അറിയാം? അതെങ്ങനെ അറിയാവുന്ന? എടോ മസിൽസ് ഇല്ലടോ. ശരീരശാസ്ത്രം അവിടെ നിൽക്കട്ടെ, പകരം ഒരാള് വേണമല്ലോ. അതിനാണോ വിഷമം? ശൗര്യല്ലേ തടിപോലെ നിൽക്കുന്നത്? ഞാനോ? ഞാനിതുവരെ നാടകം കളിച്ചിട്ടില്ല. താനിന്ന് റിഹേഴ്സൽ കാണുന്നവനല്ലേ? നാടകത്തിലെ പാട്ടും പറച്ചിലും ഒക്കെ ശൗര്യക്ക് കാണാപ്പാടമാ. 10 ആളിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മുട്ടുകൂട്ടി ഇടിക്കരുത്. സ്റ്റേജ് എന്ന് പറഞ്ഞാ ചില്ലറ കളിയൊന്നുമല്ല. പുഞ്ചവരമ്പത്തോട് നടക്കുന്ന പോലെ അല്ല സ്റ്റേജ്. വേണ്ട ശൗരി. എന്നാ പിന്നെ തനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ? ശൗരി എന്നെ ചെയ്താ മതി. മതി. ഒന്ന് ശ്രമിച്ചു നോക്കണം ശൗരി. ശൗരി ഒന്ന് ശ്രമിച്ചു നോക്ക്. ധൈര്യമായിട്ട് ശ്രമിച്ചു നോക്കണം. ശ്രമിച്ചു നോക്കാം അല്ലയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൻ അരുണോദയം ഒരു ദുർമുഖമോ? എതിരനെ എതിരിടാൻ സ്വാതന്ത്ര്യത്തിൻ സമരഭടന്മാർ ജൈത്ര പടകമടിക്കുന്നു, ജൈത്ര പടകമടിക്കുന്നു. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. ഒഴുക്കിനെതിരെ നീന്തും ഞാൻ എതിരൻ, എതിരൻ, എതിരൻ. നന്മകൾ മാത്രം സ്വപ്നം കാണും എതിരൻ, എതിരൻ, എതിരൻ. സ്വാതന്ത്ര്യത്തിൻ എതിരനെ തുരത്തുക, അടിപെടുത്തുക, തുരത്തുക, അടിപെടുത്തുക. വിരട്ടലോ? അത് നിർത്തടാ. വേല മനസ്സിലിരിക്കട്ടെ.
ആരാടാ കൊന്നെ? ദാ, ആരാണ് കൊന്നെ? ഇറങ്ങി രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ആര് താനും? നിന്റെ നാടകം കണ്ട് കൂവിയാ നീ ആളുകളെ തല്ലു? ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ, നീ തല്ലു? ഇല്ലേ മോനെ. നീ കത്തിയും വീശി കുത്താൻ ചെന്ന വക്കീൽ ഇവിടെ പരാതി തന്നിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ചു നടന്നതും അതെ, ഒന്നിച്ച് കളിച്ചു നടന്നതും ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാനിന്ന് സ്ഥലം ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. മറന്നിട്ടില്ലേ മോനെ? ഒന്നും. നാലാണ് കുറച്ച് 14.25 രൂപ. 15 രൂപ 15 രൂപ 15 രൂപ 15 രൂപ. ഇതെന്നാടാവേ പഠിത്തം നിർത്തി കന്നാലി കച്ചവടം തുടങ്ങിയോ? ഫീസ് അടക്കാൻ കാശിലിടാവേ. അപ്പൊ നിന്റെ അച്ഛൻ ഏടങ്ങത്ത് ചെട്ടിന്ന് പിരിക്കുന്നതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കുക? ഇനി പരീക്ഷ എഴുതണ്ട, പാസ്സാവുകയെന്ന് അച്ഛൻ പറയുന്നത്. അത് തരാ. ഇതിനൊന്നും കൊടുക്കുന്നില്ലയോ? പിന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പേര്? പേരിട്ടിട്ടില്ല. പേര് വിളിച്ച് അടുത്ത് വന്നാ വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അയ്യോ പാവം. അയ്യോ കരി കരി. ഏത് കരി? എന്ത് കരി? അയ്യോ ഇത് നമ്മുടെ നാരായണ ചേച്ചിയുടെ ആടല്ലേ ചിന്നു. കരി അടിച്ച് എടാ നാണമില്ലല്ലോടാ. ആ പാവം നാരായണ ചേച്ചിയുടെ ആടിനെ അടിച്ചു മാറ്റി കരി അടിച്ച് ചന്തയെ കൊണ്ടു വെക്കാം. അയ്യേ അയ്യേ നീ പൊക്കോ, എനിക്ക് പലതും ഓർമ്മ വരുന്നു. രണ്ട് പൊട്ടിക്കുന്നില്ലേ മോനെ? ഇപ്പോഴില്ല, മേലിത് ആവർത്തിച്ചാ നീയാണെങ്കിൽ പോലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നേക്കും. ശൗരി, ഏമാനം ഉറങ്ങാണ്. എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു പറഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. ആരാടാ ജവഹർ? ദേ ഉണന്നു. സ്വാതന്ത്ര്യം മുണ്ടു കൊടുത്ത് ജുബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു കൂടെ ജ്യേഷ്ഠ? ഏമാൻ വന്നത് നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ. അത്രേ നീ ചെയ്യുന്നുള്ളൂ. എടാ നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഉണ്ടോ? തൊപ്പിയും മച്ചന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാലാള് കൂടുന്നിടത്ത് ഇറങ്ങി നിന്ന് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് എന്റെ നാട്, എല്ലാരും വേണ്ടപ്പെട്ടവര്. ഏത് വകയിലാണ് ആ ചെറിയ പുറമ്പോക്കി കിടക്കുന്നവർ നിന്റെ ബന്ധുക്കളാവുന്നേ? അവര് വക്കീലിന്റെ ആൾക്കാരാ, പണിക്ക് വന്നവരാ. പണിക്ക് വന്നവരല്ല, പണിയാൻ വന്നവരാണ്. നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ. ചെയ്യേണ്ടതെന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ചെയ്യുകയും ചെയ്യും. നീ കാക്കിയിട്ടുണ്ട് നടന്നോ പൊട്ടിക്കും പൊട്ടിക്കും പറഞ്ഞു. പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപടക്കെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ, ഇല്ലയോ? നാരായണ ചേട്ടത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ചായക്കടയൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ. ചായക്കട ഇരിക്കുന്ന പുറമ്പോക്ക് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് വലിച്ചു തരുന്നവർക്ക് വോട്ട് കൊടുക്കും. പഞ്ചായത്ത് ചായക്കടയിലോട്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനിങ്ങോട്ടാക്കുന്നത്? ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഒരു ചായക്കടയാണല്ലോ അല്ലേ? കുറുപ്പിയേട്ടൻ ഇലക്ഷൻ ഒന്നൂടെ? ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാടാ ചിരിക്കുന്നേ? വെറുതെ വോട്ട് ചോദിച്ചു കിടക്കണ്ടല്ലോ. എല്ലാരും ഇങ്ങോട്ട് തന്നെ വരികയല്ലേ? നാരായണ ചേട്ടത്തിന്റെ ചായടി നടക്കും, കുറുപ്പിയേട്ടന്റെ വോട്ട് പിടുത്തോ നടക്കും. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കസ്, തോറ്റാലും കസ്. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? വെയിലിറക്കുമ്പോ കയറി അകത്തിരി. സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഓ, ആരാത്?